6848 വീടുകളിൽ കൂടുതൽ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഈ റൂം മാറ്റുന്നതിൽ ഏറ്റവും വലിയ റിസൾട്ട് കുട്ടികൾ ഉണ്ടാകണില്ല. വളരെയധികം ഈ ഡൈവേഴ്സ് പ്രശ്നങ്ങൾ തന്നെ മാറ്റാൻ പറ്റും. അങ്ങനെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വാസ്തുഭാരതിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അറിവിൻ്റെ പുതിയ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോട് ഒപ്പം ഉള്ളത് ഡോക്ടർ നിഷാന്ത് തോപ്പിലാണ്. കഴിഞ്ഞ 32 വർഷമായി വാസ്തുശാസ്ത്ര രംഗത്ത് ഒത്തിരി റിസർച്ചുകൾ നടത്തുകയും അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പ്രമുഖ വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് സഹൃദയം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. എന്ത് പറയുന്നു? സുഖം. നമസ്തേ. നിഷാൻജി, നമ്മളിപ്പോ വാസ്തു ശരിയായാൽ സമ്പത്ത് ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഒരു വീട്ടിലുള്ള ആളുകൾ തമ്മിലുള്ള റിലേഷൻസിനെ എങ്ങനെയാണ് ഈ വാസ്തു എഫക്ട് ചെയ്യുന്നത്? അതായത് നിങ്ങൾ രണ്ടാളും എങ്ങനെ നല്ല ഭാര്യയും ഭർത്താവുക വാസ്തു കൊണ്ട് അല്ലേ? ഇതിന് വീടിന് വലിയ സ്വാധീനമുണ്ട്. അതായത് വാസ്തുവിൽ നമുക്ക് വിശ്വാസമാകില്ല. അതായത് നമ്മൾ വീട്ടിൻ്റെ ഓരോ ആംഗിൾസും അല്ലെ ഓരോ ഭാഗങ്ങളും നമ്മളെ ജീവിതത്തിൻ്റെ ഓരോ കാര്യത്തിനെയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ മാരേജ് കോർണറിന് ചൈനീസ് വാസ്തു പറയും. നമ്മളെ ഇന്ത്യൻ സിസ്റ്റത്തിലാണെങ്കിൽ നമ്മളെ കേരളത്തിലുള്ള പ്രിയപ്പെട്ട കന്നിമൂല അറിയാവുന്ന ഒരു വാക്കാണ്. അതാണ്. അതായത് ഈ വാസ്തു എന്ന് കേരളക്കാർക്ക് അറിയുന്ന 3 വാക്കാണ്. 1 വാസ്തു, 2 ദോഷം, 3 കന്നിമൂല. ഈ 3 വാക്കാണ് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൽ പറയുന്ന ഈ റിലേഷൻഷിപ്പിൻ്റെ കോർണറുണ്ട്. അവിടെയാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അതായത് സ്വരച്ചേർച്ച എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെ വരിക. ഇനി ഇത് തന്നെയാണ് മോശമാകുക. അവിടെ തുറന്ന് കിടക്കുമ്പോഴൊക്കെയാണ് ഒളിച്ചോടി എന്നൊക്കെ ഉള്ളത് കഥയും കേൾക്കുക. അതായത് നമ്മളൊരു നല്ലൊരു കുടുംബജീവിതം ആകുക എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ്, വൈഫ്, കുട്ടികൾ, ഇതൊക്കെ ഒരു ഋത്വം ഉണ്ടായി. അതൊരു മനോഹരമായിട്ടുള്ളതാണ്. അത് എൻറ്റയർലി ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ വീട്ടിൻ്റെ വാസ്തു ഇല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട് അത് നമുക്ക് അറിയില്ല. അതായത് ഇപ്പം നമുക്ക് നല്ല ബോധമുണ്ട്. ഉറങ്ങിക്കഴിഞ്ഞാലോ ഒരു ബോധവും ഇല്ല. അപ്പം നമ്മൾ ആ ബോധം ഇല്ലാണ്ട് കിടക്കുന്ന നമ്മളെ വീട്ടിൽ ഓരോരോ സ്ഥാനത്തും വേണ്ട സാധനങ്ങൾ അതാത് സ്ഥാനത്ത് വരണം. അപ്പോൾ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് നമ്മളെ ഉള്ളിൽ ഇത് ഫോം ചെയ്യുക. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് ഈ നമ്മളൊക്കെ ഉണ്ടാക്കിയ പഞ്ചഭൂതങ്ങളുണ്ടാണല്ലോ. ഇപ്പം ഭൂമി വരേണ്ട സ്ഥലത്ത് ഭൂമി വരണം, ഫയർ വരേണ്ട സ്ഥാനത്ത് ഫയർ വരണം. അപ്പോൾ നമ്മളിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കിടക്കുന്നത് ഒരു ഫയർ, അതായത് തെക്ക് കിഴക്കൊക്കെ ആണെങ്കിലോ 2 ഫയർ എലമെൻറ്റ് കൂടും. 2 പറയും ഞാൻ പിടിച്ച മുയലിന് 16 ചുവടുണ്ടെന്ന്. അതുകൊണ്ടാണ് എവിടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എവിടെ കിടക്കണം, ഇതൊക്കെ വാസ്തുവിൽ പ്രാധാന്യമുണ്ട്. ഇവൻ വളരെയധികം ഈ ഡൈവേഴ്സ് പ്രശ്നങ്ങൾ തന്നെ മാറ്റാൻ പറ്റും. അങ്ങനെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതായത് അത് അവർ നമ്മൾ അറിയില്ല അത്. അപ്പോൾ ആ റൂമിൽ നിന്ന് മാറ്റി ഈ റൂമിലേക്ക് ആക്കി. അപ്പോൾ ആ ജീവിതത്തിൽ മാറും. ഇതിലൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഈ റൂം മാറ്റുന്നതിൽ ഏറ്റവും വലിയ റിസൾട്ട് കുട്ടികൾ ഉണ്ടാകണില്ല. അപ്പോൾ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നല്ലൊരു താളത്തിൽ വരുമ്പോഴാണ് അവിടെ കുട്ടികളൊക്കെ ഫോം ചെയ്യുക. അല്ലെങ്കിൽ അത് ഉണ്ടായില്ലല്ലോ. അപ്പോൾ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വാസ്തുശാസ്ത്രമാണ് നമ്മളെ ലൈഫിലുള്ള ഓരോന്നും ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളിവിടെ എന്തോ അന്ധവിശ്വാസമായിട്ടോ ഇത് നമ്മളെ ജീവിതത്തിനെ സ്വാധീനിക്കുന്നു വാസ്തുക്കാർക്ക് പോലും അറിയില്ല. അതായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ആക്കണോ, ഇതാകണം, ഇത് ശരിയില്ല, ഇവിടെ എങ്ങനെ ആക്കിയാൽ മതി, ഇത് ചുറ്റളവ് ശരിയില്ല, ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ ദോഷം പറയുക ലൈഫിൽ. അതൊന്നുമല്ല. യഥാർത്ഥത്തിൽ നമ്മളെ ലൈഫിൽ എന്തുണ്ടോ, നമ്മളെ ബന്ധം എങ്ങനെയാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഇനി അച്ഛനും മകനുമായിട്ടുള്ള സംഭാഷണം എങ്ങനെയാണ്, അതുപോലെ തന്നെ വീട്ടിലെത്തിയ ഒരു സ്വഭാവം, പുറത്തെത്തിയ വേറൊരു സ്വഭാവം. എല്ലാ സ്ഥലത്തും ഞാൻ ഓക്കെയാണ് സാറേ, പക്ഷെ വീട്ടിലെത്തിയ ആകെ പോയി. ഇതിന് യഥാർത്ഥത്തിൽ കാരണം നമ്മൾ വീട് തന്നെയാണ്. കറക്റ്റ് ചെയ്താൽ 100% മാറും. റിസൾട്ട് 100% കിട്ടും കേട്ടോ. അത് ഇനി എന്താ പറയുന്നത്, ഇനിയിപ്പോൾ കുറച്ചുകൂടി ഇതായിട്ട് പറയുകയാണെങ്കിൽ വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കുന്ന സുഹൃത്തുക്കളൊക്കെ വരിക. ഇതും വാസ്തുകാരനാണ്. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ തെക്ക് വശത്തൊക്കെ കുറേ സ്ഥലം ഉണ്ടാകുക, അങ്ങനെയൊക്കെ ആണെങ്കിലാണ് കുറേ നെഗറ്റിവിറ്റി അവിടേക്ക് സ്വാധീനിക്കപ്പെടും. അതായത് എന്ന് പറഞ്ഞാൽ തമ്മിൽ ഉദ്ദേശിക്കണല്ല വായിൽ വരിക, ഒക്കെ തർക്കുത്തരങ്ങളാവും. അപ്പോഴാകെ ലൈഫ് ആകെ കൂടി മഹാമോശമാവും. അപ്പോൾ ലൈഫിൽ പ്രോബ്ലം ഉണ്ട്, ലൈഫിൽ നമ്മൾ ഉദ്ദേശിക്കണ മാതിരിയല്ല വരുന്നത്,
ബന്ധങ്ങളൊക്കെ ആകെ താറുമാറാകുകയാണ്. മനസ്സിലാക്കുക, നമ്മളെ താളവും നമ്മളെ വീട്ടിൻ്റെ താളവും തമ്മിൽ എവിടെയോ പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടാവും, പ്രേമം ഉണ്ടാവും, പക്ഷേ എക്സ്പ്രഷൻ വേറൊരു തരത്തിലാവും. നമ്മൾ ഉദ്ദേശിക്കണമല്ല നമ്മളെ വായിൽ വരിക. അപ്പോൾ വാസ്തുശാസ്ത്രപ്രകാരം കിടക്കേണ്ട പൊസിഷൻ, ഇരിക്കേണ്ട പൊസിഷൻ, ഇതൊക്കെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു റിത്തം വരും. ശരി. അപ്പോൾ അത് ഇന്ന റൂമിലായിരിക്കണം, ഇന്ന ദിശയിലേക്ക് തലവെച്ച് വേണം കിടക്കാൻ. ഇങ്ങനെയുള്ള കുറേ നിയമങ്ങൾ 18 ഋഷിമാർ മെഡിറ്റേറ്റ് ചെയ്ത് കണ്ടെത്തിയതാണ്. നമുക്കിപ്പം പ്രശ്നമൊന്നുമില്ല, ഓൾറെഡി ആ നിയമം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ വാസ്തുശാസ്ത്രം അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ ലൈഫിലുള്ള ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അത് അപ്ലൈഡ് ആണ്. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ സമൃദ്ധി വരും, എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, കുറേ തമാശകളൊക്കെ പറയും, ജീവിതം ഒരു ആഘോഷമായി മാറും. അതല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും കേട്ടു. വാസ്തുശാസ്ത്രം ഉപയോഗിക്കുക, സമൃദ്ധിയിൽ ജീവിക്കുക. കുട്ടികൾ ഇല്ലാണ്ട് വിഷമിക്കുന്ന ഒത്തിരി കപ്പിൾസ് ഉണ്ട്. അപ്പോൾ ഈ വാസ്തുശാസ്ത്രത്തിലൂടെ അവരുടെ വിഷമങ്ങൾക്കും ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്താൻ നമുക്ക് സാധിക്കുമോ? തീർച്ചയായിട്ടും. 1, 2 അല്ല, 6848 വീടുകളിൽ കൂടുതൽ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞു 10 വർഷമായി 15 വർഷമായി കുട്ടികളുണ്ടായില്ല. അപ്പം നമ്മളെ കരുതുക എന്താ, അതില്ല ഇതില്ല, ഇതിപ്പോൾ നിങ്ങൾ ഡോക്ടേഴ്സ് അതിനെ കൊണ്ട് പറയണം, ഇപ്പോൾ കൗണ്ട് ഇല്ല എന്നൊക്കെ പറയില്ലേ. ഇതിനൊക്കത്തിനും റീസൺ വാസ്തുവാണ്. അതായത് നമ്മളതിന് എടുത്തു കഴിഞ്ഞാൽ വെറുതെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ ഓരോ കോണുകൾ പറയും. ഇപ്പോൾ അഗ്നികോണ്, ജലത്തിൻ്റെത്, അത് തന്നെ ഭൂമി, വായു, ആകാശം, ഇതാണ് പഞ്ചഭൂതങ്ങൾ. ഇതിൽ അഗ്നിയിലാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് കിടക്കുന്നതെങ്കിൽ വഴക്കായി പോകും, അവിടെ കുട്ടികളുണ്ടായില്ല. അവർ തമ്മിൽ തർക്കിച്ച് വെറുതെ ഇതായി, എല്ലാവരും നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ പിടിച്ച മോലിന് 16 ചുവടുണ്ട്, നല്ല കൊമ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആകതാവും. അപ്പോൾ അവിടെ കുട്ടികളുണ്ടായില്ല. അങ്ങനെയുള്ള അവരെ ആ അഗ്നിയിൽ നിന്ന് എടുത്തിട്ട് ഭൂമിയിലേക്ക് കിടത്തി കഴിഞ്ഞാൽ എന്താവും? ഭൂമിയിൽ ഒത്തിട്ടാൽ മുളയ്ക്കും. അതായത് നമ്മൾ എവിടെയാണോ കിടന്നുറങ്ങണത് ആ റൂമാണ് കുട്ടികളുണ്ടാകാനും ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു സിസ്റ്റം ഉണ്ട് കേട്ടോ, എങ്ങനെയാണ് ഉണ്ടാകേണ്ടതെന്നൊക്കെ. പിന്നെ ചെറിയൊരു കൗൺസിലിംഗ് കൂടി വേണം അവർക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ അന്ന് വരെ ജീവിച്ചൊരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ ആ ഇതിലുള്ള ഓരോ കാര്യങ്ങളും നടക്കണം. കുട്ടികളുണ്ടാകണമെങ്കിൽ 1 പ്രേമം വേണം, 2 അവിടെ സെക്സും നടക്കണം. പിന്നെ എന്താണ് വേണ്ടത്? അവർ തമ്മിലുള്ള ആ ഒരു പരിപോഷിപ്പിക്കാനുള്ള ഒരു സാധ്യത ആ മണ്ഡലത്തിൽ ഉണ്ടാകണം. അപ്പോൾ ഇത് നടക്കണമെന്ന് പറഞ്ഞാൽ ഒന്നും മോശമല്ല, അങ്ങനെയൊക്കെയാണല്ലോ നമ്മളൊക്കെ ഭൂമിയിൽ വന്നത്. അപ്പോൾ ആ ഒരു മനോഭാവം ഉണ്ടാകണമെങ്കിൽ എല്ലാ മുറികളും അതിന് സൂട്ടബിൾ അല്ല. ഇപ്പോൾ പറയുകയാണ്, ഇപ്പോൾ വടക്ക് കിഴക്ക് നമ്മൾ കിണറൊക്കെ വരുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെയാണ് ജലതത്വ. അപ്പോഴാണ് അധികവും നമ്മൾ ഈ പറയില്ല കൗണ്ട് കുറവാണെന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള പ്രോബ്ലമൊക്കെ വരിക. അപ്പോൾ ഇത് ശരിക്കും ഒരു വാസ്തു കൺസൾട്ടൻറ്റിനെ കണ്ടിട്ട് കൃത്യമായിട്ട് എവിടെ തല വെച്ച് കിടക്കണോ ഇതൊക്കെ ആയിട്ടാണ് റിസൾട്ട് വരും. എനിക്ക് ഒരുപാട് റിസൾട്ട് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, നല്ല ആരോഗ്യമുള്ള കുട്ടികളാവും, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഹെൽത്തി റിലേഷൻഷിപ്പ് ആവും, പിന്നെ കെയറിങ് കൂടും, പ്രേമമൊക്കെ അതും കൂടും. അപ്പോഴെന്താവും? കുട്ടികളും ഉണ്ടാവും. അതായത് 2 പേർക്കും വേണ്ട സമയം കൊടുക്കണേ. ഇന്നിപ്പോൾ തിരക്ക് പിടിച്ച ജീവിതത്തിൽ 2 ആൾക്കും സമയം കൊടുക്കാനില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു വേണ്ട സാഹചര്യങ്ങൾ അവിടെ നടക്കണം. അത് നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാം ഓടി വർക്കൊക്കെ ചെയ്ത് നമ്മളെ വീട്ടിലേക്കാണ് എത്തുന്നത്. അപ്പോൾ അവിടെ അതിൻ്റെതായ ഒരു പ്രത്യേക ഏരിയകളൊക്കെ ഉണ്ട്. ആ ഏരിയകളിൽ വാസ്തുശാസ്ത്രം അനുശാസിക്കും ഇതൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്തോ 100% റിസൾട്ട് വരും. പിന്നെ അത് കൂടാണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലുള്ള കിണറിൻ്റെ സ്ഥാനം, ടോയ്ലറ്റിൻ്റെ സ്ഥാനം, അതുമാതിരി തന്നെ സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ഥാനം, ഇതൊക്കെ അതിനെ ബാധിക്കും. ഇതൊക്കെ നമ്മൾ വിചാരിക്കും ഇതെങ്ങനെയാണ് ജീവിതത്തിന് ബാധിക്കുകയെന്ന്. പക്ഷേ നമ്മളെല്ലാ ദിവസവും കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ വീടിൻ്റെ ചുറ്റും ഇതൊക്കെ ഉണ്ടേ. അപ്പോൾ ഇതൊന്നും അതാത് സ്ഥാനത്ത് വന്നിട്ടില്ല എങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആയിട്ടാണ്, ആഫ്റ്റർ എഫക്റ്റാണ് കുട്ടികൾ ഉണ്ടാകുക അല്ലെങ്കിൽ ഉണ്ടാകണില്ല എന്നുള്ള പ്രോബ്ലം വരുന്നത്. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100% റിസൾട്ട് വരും. എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 32 വർഷമായി ഞാൻ ഈ സബ്ജക്റ്റിൽ. പക്ഷേ ഇതെന്താണെന്നറിയോ, ഓരോരുത്തരും പേഴ്സണൽ കാര്യമാണ്. അപ്പോൾ എല്ലാവരും വന്നിട്ട് അതങ്ങനെ ഷെയർ ചെയ്യില്ല, കാരണം അതും ഒരു കുറവ് മാതിരിയാണ്. പക്ഷേ ഇത് റിസൾട്ട് ഉണ്ട്. ഞാൻ ഓരോരോ ആളുകളുടെ അടുത്ത് പോകുമ്പോഴും നമ്മൾ നോട്ട് ചെയ്യുക എന്തൊക്കെയാണെന്നുള്ളത്. അതല്ല, അവരെ കൊണ്ടൊരു ഫോമൊക്കെ ഫില്ല് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് റിസൾട്ട് ഇഷ്ടം മാതിരി ഉണ്ട്. അത് നമ്മളെന്നെ അത്ഭുതപ്പെടും ഇങ്ങനെ ഉണ്ടാകുമോ എന്ന്. ഇപ്പം ഞാൻ വളരെ കോൺഫിഡൻസോടു കൂടിയാണ് പറയുക.
ആർക്കാണോ കുട്ടികളില്ല അതാണോ അങ്ങനെയാണോ കല്യാണം കഴിച്ചു എത്ര വർഷമായാലും കുഴപ്പമൊന്നുമില്ല, റിസൾട്ട് വരും, ഒരു സംശയം വേണ്ട വരും. നമ്മൾ വാസ്തുശാസ്ത്ര വിധി പ്രകാരം കറക്റ്റാക്കി കഴിഞ്ഞാൽ വരും. ഇപ്പം അതിനായിട്ട് തന്നെ വിളിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. പക്ഷെ അത് റിസൾട്ട് വരും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ശാസ്ത്രമാണ്. ഈ ശാസ്ത്രം ഉണ്ടാക്കിയിരിക്കുന്നത് ഭാഗ്യം ഉണ്ടാക്കാനാണ്. അപ്പോൾ കുട്ടികളുണ്ടാകുക, അടുത്ത സന്തതി പരമ്പരകൾ ഉണ്ടാകുക, അതൊരു ഭാഗ്യമാണ്. അപ്പോൾ ആ വീട്ടിന് ആ ഭാഗ്യം ഉണ്ടാവണം. അപ്പോൾ എന്താവും, നമ്മളെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നല്ല ബന്ധത്തിലാവും, ഒരുപാട് സ്നേഹം വരും, പ്രേമം വരും, അതിൻ്റെതായ റിസൾട്ടും വരും. വാസ്തുശാസ്ത്രമൊക്കെ ഉപയോഗിക്കുക, എന്നിട്ട് ഒരുപാട് മക്കളും പേരക്കുട്ടികളും ഒക്കെ ആയിട്ട് സമൃദ്ധിയിൽ അങ്ങോട്ട് ജീവിക്കുക.